നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റെഡി ആണോ? ഓക്കെ, സൂപ്പർ ഓർക്കസ്ട്ര. ഓക്കെ, ജഡ്ജസ്. എല്ലാവരും ഇന്ന് മറ്റേ ഭയങ്കര മര്യാദ മൂഡ് പിടിച്ചേക്കാൻ തോന്നുന്നു. കാരണം ഫാമിലി റൗണ്ട് ഒക്കെ ആണല്ലോ, അതിന് നമ്മൾ കുറച്ചൊരു മര്യാദ കൊടുക്കണോടാ. ഓക്കെ, അപ്പൊ എന്തായാലും എപ്പിസോഡിലേക്ക് കയറാം. ആദ്യത്തെ ഒരു ഫോക്ക് സോങ് റൗണ്ട് വെക്കാം. Ready? So let's welcome Tirtha. గుమరి నంగేరే గుమరి నంగేరే తంగాటి మాణి నంగేరే మాణి నంగేరే తంగాటి గుమరి నంగేరే గుమరి నంగేరే తంగాటి మాణి నంగేరే తానే తానానే తానానే తనే తానే తానానే తానానే తానే తానానే తానానే తనే తానే తానానే తానానే ತಂಗಟಿ ಮದುಂಬಳದುಂಡೆ ಮಾಣಿನಗರ ತಂಗಟಿ ಮದುಂಬಳದುಂಡೆ ಮಾಣಿನಗರ ತಂಗಟಿ ಮದುಂಬಳದುಂಡೆ ಮಾಣಿನಗರ ತಂಗಟಿ ಮದುಂಬಳದುಂಡೆ ಮಾಣಿನಗೆರೆ ತಂಗಾಟಿ ಗುಮರಿ ನಂಗೆರೆ ಗುಮರಿ ನಂಗೆರೆ ತಂಗಾಟಿ ಮಾಣಿ ನಂಗೆರೆ ಮಾಣಿ ನಂಗೆರೆ ತಂಗಾಟಿ ಗುಮರಿ ನಂಗೆರೆ ಗುಮರಿ ನಂಗೆರೆ ತಂಗಾಟಿ ಮಾಣಿ ನಂಗೆರೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತನೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತನೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ மஞ்சள் கொண்டு மாணி நங்க இருக்கு எண்ணா கொண்டு மஞ்சள் கொண்டு சிக்குட்டி நங்க இருக்கு எண்ணா கொண்டு மஞ்சள் கொண்டு மாணி நங்க இருக்கு எண்ணா கொண்டு மஞ்சள் கொண்டு சிக்குட்டி நங்க இருக்கு மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே மாணி நங்கேரே தங்காட்டி குமரி நங்கேரே குமரி நங்கேரே தங்காட்டி மாணி நங்கேரே தானே தானானே தானானே தனே தானே தானானே தானானே தானே தானானே தானானே தனே தானே தானானே தானானே அகல் பந்தனா புஜி ಗಲ್ ಬಂದನ ಬುಜಿ ಎನ್ನ ಪಾವೆ ಬಂದಾಡು ಎಳ್ನಳ್ಳಿ ಪಾಡು ಅಗಲ್ ಬಂದನ ಬುಜಿ ಗಲ್ ಬಂದನ ಬುಜಿ ಎನ್ನ ಪಾವೆ ಬಂದಾಡು ಎಳ್ನಳ್ಳಿ ಪಾಡು ಮಾಣಿ ನಂಗೇರೆ ತಂಗಾಟಿ ಗುಮರಿ ನಂಗೇರೆ ಗುಮರಿ ನಂಗೇರೆ ತಂಗಾಟಿ ಮಾಣಿ ನಂಗೇರೆ ಮಾಣಿ ನಂಗೇರೆ ತಂಗಾಟಿ ಗುಮರಿ ನಂಗೇರೆ ಗುಮರಿ ನಂಗೇರೆ ತಂಗಾಟಿ ಮಾಣಿ ನಂಗೇರೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತನೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತನೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತಿನ್ನಲಿ ಪಾಡು ಎಳ್ನಳ್ಳಿ ಪಾಡು ಉಳ್ಳ ತಿನ್ನಲಿ ಪಾಡು ಎಳ್ನಳ್ಳಿ ಪಾಡು ಉಳ್ಳ ತಿನ್ನಲಿ ಪಾಡು ಎಳ್ನಳ್ಳಿ ಪಾಡು ಉಳ್ಳ ತಿನ್ನಲಿ ಪಾಡು ಎಳ್ನಳ್ಳಿ ಪಾಡು ಮಾಣಿ ನಂಗೇರೆ ತಂಗಾಟಿ ಗುಮರಿ ನಂಗೇರೆ ಗುಮರಿ ನಂಗೇರೆ ತಂಗಾಟಿ ಮಾಣಿ ನಂಗೇರೆ ಮಾಣಿ ನಂಗೇರೆ ತಂಗಾಟಿ ಗುಮರಿ ನಂಗೇರೆ ಗುಮರಿ ನಂಗೇರೆ ತಂಗಾಟಿ ಮಾಣಿ ನಂಗೇರೆ ತಾನೆ ತಾನಾನೆ
ದುಂಡಿಗಯ್ಯ ಮಾಣಿನಂಗೆರೆ ಎಳ್ಳುಳ್ಳೇರಿ ಮಾಣಿನಂಗೆರೆ ವಿರಚುಪೇಟೆ ದುಂಡಿಗಯ್ಯ ಮಾಣಿನಂಗೆರೆ ತಂಗಾಟಿ ಕುಮರಿನಂಗೆರೆ ತಂಗಾಟಿ ಮಾಣಿನಂಗೆರೆ ತಂಗಾಟಿ ಕುಮರಿನಂಗೆರೆ ತಂಗಾಟಿ ಮಾಣಿನಂಗೆರೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತಾನೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ತಾನೆ ತಾನೆ ತಾನಾನೆ ತಾನಾನೆ ಎಳ್ಳುಳ್ಳೇರಿ ಮಾಣಿನಂಗೆರೆ ವಿರಚುಪೇಟೆ ದುಂಡಿಗಯ್ಯ മാണിനഗരെ എള്ളുള്ളേരി തീർച്ച ഫോക്ക് സോങ് റൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴൊക്കെ എപ്പോഴും ഈ ഒരു സോങ് വെച്ചിട്ട് എപ്പോഴും ഡാൻസ് ഒക്കെ കളിക്കും. അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഡാൻസേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ഫുൾ സോങ് ഭയങ്കര അടിപൊളിയായിരുന്നു. സൂപ്പർ. ഇനി ചോദിക്കാം, തൂവലൊക്കെ വെച്ച് നിൽക്കുക. ശരത് സാർ. മോളെ, പ്രിയപ്പെട്ട ആങ്കർ പറഞ്ഞ പോലെ നല്ലൊരു കിടുക്കാച്ചി ഐറ്റമാണ് ഇത്. ട്രഡീഷണൽ ആണല്ലേ മോളെ? അപ്പൊ എന്തൊക്കെയായാലും അത് കൊള്ളാതെ നല്ല ഒരു സുഖമുണ്ട്, ഒരു ഉണർവുണ്ട്. നമുക്കൊക്കെ നമ്മൾ ഉറക്കം ഇരുന്നാലും ഇത് കേൾക്കുമ്പോ ഉണരും എന്ന് പറഞ്ഞിട്ട് ഉണരും. അല്ല, അങ്ങനെ ഒരു വൈബുള്ള പാട്ടാണ്. മോള് നന്നായിട്ട് പാടി. മോളെ കാണാനും കൊള്ളാം, ഒക്കെ കൊള്ളാം. മക്കളെ, ഈ പാടിയതിലൊന്നും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഒരു ഓളൊലുകും പാട്ടാണ്. പക്ഷെ ചില ഏരിയകൾ വളരെ ശ്രുതിയുടെ കാര്യത്തിൽ വളരെ പ്രത്യേകിച്ച് ആ എണ്ണ കൊണ്ടുവന്നതൊക്കെ ഞാൻ വരച്ച് എണ്ണ ചവിട്ടി തെറ്റി വീണെന്ന് കുഞ്ഞ്. അത് ഒന്നും നോക്കിക്കോളാം മക്കളെ. ശ്രുതി വലുതായിട്ട് നമ്മൾ നോക്കത്തില്ലെങ്കിലും ഈ വല്ലാണ്ട് കൊണ്ട് വിട്ട് നിൽക്കുമ്പോൾ അതൊരു സുഖക്കുറവാണ്. അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ. അല്ലാതെ ഫോക്കാണ്, അത് പോക്കാവരുത് കേട്ടോ. അത്രേ ഉള്ളൂ. മോള് നന്നായിട്ട് തന്നെ ചെയ്തു. ഡാൻസേഴ്സ് വളരെ നന്നായിരുന്നു. പിന്നെ നമ്മുടെ കോറസ് കുഞ്ഞുങ്ങളും ഫാനായിരുന്നു അതിൻ്റെ ലീഡർ. അതിൻ്റെ ഒരു ചെറിയ കുഴപ്പം ഒഴിച്ച് നോക്കിയാൽ ബാക്കി കോറസ് നന്നായിരുന്നു. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലേ, എന്ത് ചെയ്യണം, എവിടെ കളിക്കണം. കുറെ നേരം കൊണ്ട് ഇങ്ങനെ കൊച്ചു നിൽക്കുന്നു, കൈ പൊക്കുന്നു, ഇവിടെ ചൊറിയുന്നു, പിന്നെ അങ്ങനെ കുറെ കൺഫ്യൂസ്. അത് പോട്ടെ, ഞങ്ങളതൊന്നും വിട്ട് അതൊക്കെ വിട്ട്. മോളെ, പക്ഷെ നല്ല സുഖമുള്ളൊരു പാട്ടായിരുന്നു മോളെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ. തീർത്ത കലക്കി. താങ്ക് യു സർ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. ഇതൊരു രസമായിരുന്നു. ഇത് എവിടുത്തെ ഏത് റീജിയന്റെ പാട്ടാണ്? ഇത് കാസർഗോഡാണോ? ശരി. ഞാൻ വിചാരിച്ചു തെങ്കാശി എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ആ ഒരു ലൈനിലെ മാണിനങ്കര തങ്കട്ടി. അതാണ് അണ്ണൻ തെങ്കാശി എന്ന് തോന്നി. പിന്നെ അണ്ണനപ്പൊ തെങ്കാശിയായിട്ട് എന്തോ ഒരു കണക്ഷൻ തെങ്കാശിയായിട്ട് കണക്ഷനൊക്കെ ഉണ്ടെണ്ണ. ഞാൻ ജനിച്ചത് അംബാസമുദ്രത്തിലല്ല. അതുകൊണ്ട് തെങ്കാശിയിലുള്ള കണക്ഷനെ പറ്റി പറയാൻ തെങ്കാശി വഴി അംബാസമുദ്രത്തിനെ പറ്റി കേൾക്കണ്ട. തെങ്കാശിയുടെ അടുത്താണ് കുത്താലം. അതും ഞങ്ങൾക്ക് ആവശ്യമില്ല. കുത്താലത്തിൽ പോയിട്ട് നമ്മൾ ഇഷ്ടം പോലെ കുളിച്ചിട്ടുണ്ട്. തെങ്കാശിയിൽ പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ലടാ. ഞാനും തെങ്കാശിയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. തെങ്കാശി പട്ടണം പടം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വിധി ഇത്, ഞാൻ നിർത്തി കേട്ടോ. വല്ലാത്ത ചതീത്. അല്ല, ഒരു പറയുന്നതിന് ഒരു ന്യായം വേണ്ട, ഒരു സ്നേഹം വേണ്ടേ? ഞാനും വിനീതും കൂടെ എന്നൊക്കെ പറഞ്ഞു വരുവായിരുന്നു. ഞാൻ വിചാരിച്ചു തെങ്കാശി പട്ടണം ഷാൻ ആയിരിക്കും ചെയ്തതെന്ന്. ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. വൃത്തി കേട്ടവൻ അത് കണ്ടെന്ന് കുറെ പ്രാവശ്യം കേട്ടു. നല്ല പടാണ്. എന്നാ ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ട്. തെങ്കാശിയായിട്ട്. അപ്പൊ തെങ്കാശിയായിട്ട് ഒരു ബന്ധമില്ല ഈ പാട്ടിന്. കലക്കി കേട്ടോ. പക്ഷെ എന്ത് പാടിയാലും ലിറിക്സിന് പിടിക്കാൻ പറ്റില്ല ഇവർക്ക്. അതാണ് തീർത്താ പാടുന്നതാണ് ലിറിക്സ്. അത്രേ ഉള്ളൂ. തീർന്നു. ഇതിന്റെ അർത്ഥമൊക്കെ എന്താ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ദാറ്റ് ഈസ് എ ബ്യൂട്ടി. ആണോ? അറിയാമോ? എന്താണ്? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ എന്ത് കിട്ടി മക്കളെ? എന്താ കാസർഗോഡ് ഭാഗത്തുള്ള കല്യാണ സമയത്ത് കല്യാണം നടത്തുമ്പോ പാടുന്ന പാട്ടാണ്. അല്ല മക്കളെ, അതല്ല ചോദിച്ചത്. ഈ അണ്ണാച്ചി ചോദിച്ചത് ഇതിന്റെ അർത്ഥം അറിയാമോ എന്നാണ് ചോദിച്ചത്. പാട്ടിന്റെ അർത്ഥം എന്തുവാണെങ്കിലും ആവട്ടെ. ഇനി കല്യാണം കഴിഞ്ഞ് ഇനി ഒന്നുമില്ല നമുക്കെന്ന്, അതാണോ? ഇതോടുകൂടി
ഒരു തീരുമാനമായി. അതുകൊണ്ട് പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറയണം അണ്ണാച്ചി. അങ്ങനൊന്നും പറയല്ലേ. അങ്ങനെയൊന്നും പറയല്ലേ. ആ അല്ല എങ്ങനെ പറയാനല്ലേ? അല്ല അല്ല ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. ഇല്ല ഞാൻ പറഞ്ഞ എന്താണ്, അത് പോസിറ്റീവ് വേയിൽ എടുക്കണം അണ്ണാ. അണ്ണൻ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കരുത്. ഒരു കോട്ട് ഇട്ടിട്ട് വന്നിട്ട് വൃത്തികേട്. ഓക്കെ, താങ്ക് യു ശ്രീനി സാർ. ഷാനിക്ക. തീർത്ത ഓ അടിച്ചു പൊളിച്ചു പാടി മോളെ. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ ആ വേഷവും ആ ഡാൻസേഴ്സും എല്ലാവരും കൂടെ വന്നപ്പോഴേക്കും മൊത്തത്തില് ഒരു ഓളായിരുന്നു. അതെ. പിന്നെ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ പഴയ ഫോക്ക് സോങ്സ് ഒക്കെ വേറൊരു രൂപത്തില് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് തന്നെ പ്രസീത ചേച്ചി പാടിയിട്ട് ജസ്റ്റിൻ വർഗീസ് വേറൊരു രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് അജഗജാന്തർ എന്ന് പറഞ്ഞ പടത്തിൽ വന്നു. അതാണെങ്കിൽ ആ വേർഷൻ ഒരു വൻ വേർഷനാണ്. അതിന് ഡാൻസ് ചെയ്യാത്തതായിട്ട് ആരുമില്ല. അത് ഒരു ഉഗ്രൻ വേർഷൻ ജസ്റ്റിന്റെ. പിന്നെ കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ മാത്രമാണ്. പിന്നെ ഇതൊരു ഓളപ്പാട്ടാണ്. സാധാരണ തീർത്ഥ ഈ ടൈപ്പ് പാട്ടുകളൊന്നും അറ്റംപ്റ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ ഒരു ഡിഫറെന്റ് സംഭവം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു അറ്റയറും ആ ഒരു മൊത്തത്തിലുള്ള പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ഷാനിക്ക. തീർത്ഥ ഓ 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ 8.5 മാർക്ക്. താങ്ക് യു സർ. ശ്രീനി സർ. ഓക്കെ, സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. താങ്ക് ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തത് ഒരു ചാലഞ്ച് റൗണ്ടിലേക്ക് പോയാലോ? യെസ്. ഇവിടെ ആരൊക്കെയോ ആ ചാലഞ്ച് റൗണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനിക്ക, ഓർമ്മയുണ്ടല്ലോ? എന്താ ഞങ്ങളാരും മറന്നിട്ടൊന്നുമില്ല. ഉറപ്പല്ലേ? ഇപ്പൊ എന്തായാലും ദിയാണ് പാടാൻ വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ദിയ. ദിയ, എന്തോ എങ്ങനെയുണ്ടായി ചാലഞ്ച് റൗണ്ട്? വല്ലാത്ത ചലഞ്ചായി പോയി. വല്ലാത്ത ചലഞ്ചായി പോയിന്ന്. അങ്ങനെ ഞങ്ങൾ വെറുതെ വിടാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം ശ്രുതി ഒക്കെ ചേർന്നോ എന്നുള്ളത്. ഓക്കെ ശരത് സർ. ചന്തയില് കുസൃതിയൊക്കെ കാണിച്ചു പോയതാ, ഇപ്പൊ ചാലഞ്ച് റൗണ്ടിൽ വന്ന് നിക്ക. അതാണ് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. മോളെ എന്തോ നല്ല പാട്ട്, ആദ്യ സെലക്ഷൻ നല്ല ഐശ്വര്യമുള്ള ഒരു പാട്ട്. ഇത് ആരൊക്കെയാണ് ചെയ്തതെന്ന് പറയും? മ്യൂസിക് SP വെങ്കടേഷ് സർ. വെങ്കടേഷ് അണ്ണൻ. അടുത്തത് ലിറിക്സ് കൈതപ്രം അണ്ണാച്ചി. പാടിയത് ഞാൻ 2 വെർഷനും കൂടെ മിക്സ് ആക്കിയിട്ട് 2 കൂടെ ചേർത്തിട്ടാ മോള് പാടിയത്. കുറച്ച് ചിത്രാമ്മയുടെ പഠിച്ചു, പിന്നെ യേശുദാസ് സാറിന്റെ രണ്ടും കൂടെ എടുത്ത് അങ്ങ് വെച്ച് അലക്കി. അപ്പൊ മോളെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. പ്രധാനമായിട്ട് നന്നായിട്ട് പാടി. പിന്നെ എനിക്ക് പിന്നെ നമ്മള് ഒരു ചെറിയ കറക്ഷൻ എന്ന് പറയുമ്പോ തുളസി കതിർ മകൾ എങ്ങനെയാ പാടുന്നത്? തുളസി അതെപ്പോഴും അത് എല്ലാം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലേ. നമ്മൾ ഏതാ പാടുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി വേണം. തുളസി കേട്ടോ. തുളസി. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ മോളെ ഈ അനുപല്ലവിയുടെ സെക്കൻഡ് ഹാഫ് ഈ ശ്രുതിയും ക്ലിക്കും മാത്രം വന്നപ്പോൾ അത് മോക്കൊരു മൊത്തത്തിലൊരു കൈവിട്ട അവസ്ഥയായിരുന്നു. നമുക്കൊന്ന് ശരിക്ക് പാടിയാലോ? എന്റെ തപോവന ഭൂമിയിൽ അമൃതം പെയ്യുകയായി. അതൊക്കെ ഒന്ന് ശരിയായിക്കോ. ഈ സംഗതി വാട്ട് എവർ സംഗതി അതിനൊരു ക്ലാരിറ്റി വേണം മോളെ. ആ റൊമാറ്റിങ്ങിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം കേട്ടോ. അതുപോലെ അതൊക്കെ ആ സ്വരങ്ങൾ ഇപ്പോൾ വലിയ ഗാന്ധാരം ആ ചെറിയ മധ്യമൊക്കെ മോളെ പാടുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. ഓക്കെ സാർ. ഏതെങ്കിലും ഒരു ശ്രുതി ഇട്ടിട്ടേ മോളെ, ഏതെങ്കിലും ഒരു മോക്ക് അറിയാവുന്ന പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃതീസ് അറിയാമെങ്കിൽ അതോ എന്തെങ്കിലും പാടി ഓൺ ചെയ്തിട്ട് ആ ശ്രുതിയിൽ പാടിയിട്ട് അങ്ങ് ഓഫ് ചെയ്തിട്ട് പാടി തീരുമ്പോൾ അത് ഓൺ ചെയ്യുക. അപ്പോൾ അറിയാം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ കയറിയിട്ടുണ്ടോ എന്നുള്ളത്. അതൊരു കുറച്ചും കൂടെ കോൺസെൻട്രേഷന് ശ്രുതി കുറച്ചും കൂടെ നമ്മൾ പക്കായിട്ട് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് കേട്ടോ മോളെ. അത് ചെയ്യുക. ശ്രുതി ബോക്സ് ഉണ്ടോ വീട്ടില്? അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് പാടുക. പാടിയിട്ട് അതങ്ങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് പാടിക്കൊണ്ടിരിക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പാടി ഒരു ഷഡ്ജം നിർത്തുമ്പോൾ അത് ഓൺ ചെയ്ത് നോക്കുക ചേരുന്നുണ്ടോ കേട്ടോ. അത് പ്രാക്ടീസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത് നല്ല നിങ്ങൾക്ക് ഗുണം ചെയ്യും എല്ലാ വിധത്തിലും. അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. മോളെ
എന്തോ സർ. നല്ല സോങ് സെലക്ഷൻ മോളെ, താങ്ക് യു നല്ല സർ. സോങ് സെലക്ഷൻ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. പിന്നെ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു ഇതൊരു റൗണ്ട് അല്ല, ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ടാണ്. അപ്പം ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞ പ്രാക്ടീസ് ഉണ്ടല്ലോ, പാട്ട് തുടങ്ങിയിട്ട് ശ്രുതി ഓഫ് ചെയ്യുക, എന്നിട്ട് പാട്ട് തീരുമ്പോൾ ശ്രുതി ഓൺ ചെയ്യുക. ആക്ച്വലി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ശ്രുതി പോകുന്നു, ക്ലിക്ക് മാത്രം വരുന്നു, പിന്നെ തിരിച്ച് ശ്രുതിയിലേക്ക് അവര് കൊണ്ടുവരുന്നു നിങ്ങളെ. അപ്പം ഞാനും ആ സെയിം സ്ഥലങ്ങൾ, ഇപ്പൊ എൻ്റെ തപോവന ഭൂമിയിൽ നമ്മളെല്ലാവരും എനിക്കൊന്ന് സിമിലർ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കണേ. അതുപോലെ ചരണത്തിലാണ് ആക്ച്വലി വെറും ക്ലിക്ക് വന്ന സമയത്താണ് മോളൊന്ന് വഴുതിയതായിട്ട് ഫീൽ ചെയ്തത്. ശരത്തേട്ടൻ പറഞ്ഞ ക്ലാരിറ്റി ആണ് മോളെ പ്രശ്നം. ഏതൊക്കെ നോട്ട്സ് ആണ് ഹിറ്റ് ചെയ്യണേ എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി മാത്രം മോളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യുക, അത് ഇറ്റ് ഹെൽപ്സ് കേട്ടോ. അതിനിപ്പോ ഈ റൗണ്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ പരിപാടി നിർത്തിയിട്ട് പോരുത്. ശ്രുതി ബോക്സ് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു പ്രാക്ടീസ്. നമ്മൾ ആ ശ്രുതിയിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു പ്രാക്ടീസ് ആയത്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ആദ്യം 1-2 തവണ അത് നിൽക്കില്ല എന്ന് വരും, പക്ഷെ അത് കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ അത് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മാഡം. താങ്ക് യു ഷാനിക്ക. ശ്രീനി സർ. യെസ്, ദിയ, എന്താ സർ? ദിയയുടെ ഫാമിലി റൗണ്ട് അല്ലേ പാടി, അത് വെച്ച് നോക്കുമ്പോൾ അത് ഓഫ് കോഴ്സ് അതൊരു ഹാപ്പി സോങ്, ഒരു കോമഡി സോങ് ആണ്. അതുകൊണ്ട് അത് അങ്ങനെ പോയി. അവിടെ കുറച്ച് ഒരു ഷൗട്ട് ചെയ്ത പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. ഇന്നാണ് ദിയ എന്താണെന്ന് ഞാൻ അറിയുന്നത്. യു ആർ സച്ച് എ ബ്യൂട്ടിഫുൾ സിംഗർ. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സിംഗർ വിതിൻ യു. എനിക്കിങ്ങനെ പാടണം എന്നുള്ളൊരു സിംഗറാണ്. അതായത് എനിക്ക് പെർഫെക്റ്റായിട്ട് പാടണം, എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നാണ് ദിയയുടെ. അത് ഐ ക്യാൻ സീ ദാറ്റ്. എനിക്ക് പറയാനുള്ളത്, ഈ ശ്രുതിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞില്ല, അത് ഇറ്റ്സ് ഓൾസോ ബിക്കോസ് ഓഫ് പോസ്ചർ, ബ്രീതിങ്ങിൻ്റെ എങ്ങനെയാ ബ്രീത് ചെയ്യുന്നത് നമ്മൾ. സോ വെൻ യു ബ്രീത്, it has to, the abdomen has to come out, and when you sing, the abdomen has to go in. So that is അത് നമുക്ക് നോക്കണം. എന്നിട്ട് your posture also straight ആയിട്ട് നിൽക്കണം. ആൻഡ് നമ്മുടെ ഈ ബ്രെത്തി ആയിട്ടാണ് പാടുന്നത്, കുറച്ച് വളരെ ഹസ്കി ആയിട്ടാണ് പാടാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഫുൾ വോയിസിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണം. അത് യു ക്യാൻ ടോക്ക് ടു ഗ്രൂമേഴ്സ്, ക്യാൻ ലുക്ക് അറ്റ് യൂട്യൂബ് എക്സസൈസസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. You have a beautiful voice. You will become a really good singer. And ഈ എടുത്ത പാട്ടിൽ, ഈ റൗണ്ടിന് ആ ചരണത്തിൽ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സാധാരണ ഒരു പാട്ട് ഇതൊരു ആനന്ദഭൈരവിയിൽ പാടിക്കൊണ്ടിരുന്നിട്ട് എന്നിട്ട് ദർ ഇസ് എ ചേഞ്ച് ടുവേർഡ്സ് ദി എൻഡ്. ആനന്ദഭൈരവി അല്ലാത്ത ഒരു ഫ്രേസ് വരുമല്ലോ, അവിടെയാണ് പ്രശ്നം. എന്നിട്ട് തിരിച്ച് ആനന്ദഭൈരവിയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് നോട്ട് ഈസി, ബട്ട് യു ഡിഡ് ഇറ്റ് വെൽ. നന്നായിട്ട് പാടി. ഗ്രേറ്റ് സ്റ്റഫ്. I really liked it. There are some problems, but that's okay. നമ്മൾ പാടുമ്പോഴൊക്കെ ആര് പാടിയാലും പ്രോബ്ലം വരും. താങ്ക് യു ശ്രീനി സാർ, ശരത് സാർ. ഓക്കെ, ഇനി മാർക്ക് ചോദിക്കാം. ഓക്കെ, ശരത് സാർ. 8 മാർക്ക് മോളെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. 8. താങ്ക് യു സർ. ശ്രീനി സാർ. പറഞ്ഞാൽ ഇപ്പം പാവം അറിയാണ്ട് പറഞ്ഞു. അറിയാതെ വാ തുറന്നതാ. ഓക്കെ, സോ ടോട്ടൽ 16 മാർക്സ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഓക്കെ, ശരത് സർ, അടുത്തത് ഒരു ഫാമിലി റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ആരാ വരുന്നേന്നറിയോ? എനിക്കറിയാം, മറ്റേ അച്ഛനും അമ്മയും. അതാണോ? അതല്ല, അതാ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ശരത് സാറിന് ഭയങ്കര ഇഷ്ടമാണ് അവനെ. നമ്മുടെ നാദൃത ശ്രീഹരി വിളിക്കട്ടെ. വെൽക്കം ശ്രീഹരി ആൻഡ് ഫാമിലി. കിട്ടില്ലായിരുന്നു, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്തുവായിരുന്നു, കേറിയപ്പോ എന്തൊരു പേടിയായിരുന്നു. ഇതിന്റെ അകത്ത് കേറിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ. ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മക്കായിരുന്നു പേടി അവരെ കണ്ടിട്ട്. ആ നാണിച്ചോടിയതൊക്കെ കണ്ടു. അസാധ്യം. പാറു, നിനക്ക് നിറയെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ആ ഓട്ടം ഒന്നും ഇവിടെ കാണണം. ഇല്ല നാണിച്ചുള്ള ഓട്ടം ഇവിടെ നിന്നായിരുന്നു ഓടിയത്.
ഞാൻ വരച്ച് പാമ്പിനെ കണ്ടാ ഓടിയെന്നു. അല്ല എന്തൊക്കെയാലും ഇതൊക്കെ അവിടെ ചെയ്യാന്ന് പറഞ്ഞുള്ള കാര്യം. അവര് നിങ്ങളൊക്കെ മുമ്പിൽ സ്റ്റേജിലൊക്കെ കയറി ഇങ്ങനൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളവരാണോ? അല്ല. അപ്പൊ ഇത് ഗ്രേറ്റ് പെർഫോമൻസ്, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അല്ല ഇത് എന്തായിരുന്നു സംഭവിച്ചത്? പെണ്ണിനെ കണ്ട് ബോധം പോയതാണോ? എങ്ങനായിരുന്നു? ഇത്രയുള്ള കാര്യം. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. ആ കാക്കയായിരുന്നു താങ്കൾ. കൊത്താൻ നടക്കുക. പക്ഷെ അതൊക്കെ നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു. അല്ല ഇദ്ദേഹത്തിന് ഈ പെണ്ണ് കണ്ടാണോ ബോധം പോയത്? ഇവിടെ ഇങ്ങനെ വീഴുന്നുണ്ട്, അങ്ങനാണോ? അല്ല, അത് അവന്റെ തലയടിച്ചിട്ട് വീണെന്ന. അതെ അതെ അത് ഞാൻ നോക്കിയില്ല. ഈ ചെറുക്കൻ ഈ ശ്രുതിയൊക്കെ വിട്ട് പാടിയിട്ട് നിങ്ങളുടെ എഴുതുമായിരുന്നു. എന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞാ പോനെ. പക്ഷെ നിങ്ങള് ഫാമിലി നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിലും കുറെ സന്തോഷം. എല്ലാരും മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു സംശയവുമില്ല. ഈവൻ കുഞ്ഞുങ്ങൾ പോലും ഏതാണ്ട് കറക്കി വിടുന്നുണ്ടായിരുന്നു ഈ കൊച്ചു മുമ്പിൽ. ഇത് ശ്രീഹരിയുടെ അച്ഛൻ ഓൾറെഡി നമ്മുടെ ഫ്ലോറിൽ പിന്നെ വന്നിട്ടുണ്ട്. അല്ല മക്കളുടെ പേരെന്താ ഈ കുഞ്ഞിന്റെ ആ പെറുങ്ങിണിയുടെ? ശ്രീലക്ഷ്മി. അയ്യോടാ. ഇതോ ശ്രീഷ്മ. മൊത്തം ഒരു ശ്രീ കുടുംബാണ്. എന്തിനാ അമ്മി വന്നേ? ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേ? ചുണുവിന്റെ കൂടെ ഇവിടെ കളിക്കാം. ചുണുവിന്റെ കൂടെ കളിക്കാൻ. ചുണു ചുണുവാവേ ചുണുവിന്റെ കൂടെ ഇവിടെ കളിക്കാൻ വന്നതാണ്. ഓക്കെ, ഇനി പരിചയപ്പെടുത്തത് ആരൊക്കെയാന്ന് പരിചയപ്പെടുത്ത്. ഫാമിലി. അച്ഛൻ, അച്ഛൻ, ഇത് ഉണ്ണി, എന്റെ സ്വന്തം ഉണ്ണി. ഇത് എന്റെ മേമേന്റെ മോൻ, സ്വന്തം മേമേന്റെ മോൻ. ഇത് മേമ, പേര് മഞ്ജു. ഇത് അനന്തകൃഷ്ണ. ഇത് ഇവിടെ ലച്ചു എന്ന് വിളിക്കാം. എനിക്ക് സ്വന്തം എന്തിട്ട് ശ്രീഷ്മ. ശ്രീഷ്മ ഇന്നലത്തെ മറ്റേ ഇത് മാമന്റെ മോള്. ഇത് അമ്മാമ്മ, അമ്മയുടെ അമ്മ. സ്വന്തമാണോ? പിന്നെ ശരി. ഇത് സ്വന്തം മാമേ മാവീശ്വരി. ഇത് ശരണ്യ, മാമന്റെ ഭർത്താവ്, മാമന്റെ ഭാര്യ. എടാ നീ ഞാനൊന്നും പറയുന്നില്ല. അത് മാമന്റെ ഭർത്താവാണ്, മാമന്റെ ഭാര്യ. ഓക്കെ. അമ്മമ്മേ ശരിക്കും ഇവരുടെ പെണ്ണ് കാണൽ എങ്ങനെയായിരുന്നു? ശരിക്കും കണ്ടുവന്ന് പോയതാണ്. ആണോ? പിന്നെ വന്നില്ലേ? ഇതേപോലെ അങ്ങനെ പോലെ ഒന്നല്ല, നല്ല രീതിയിൽ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ പറഞ്ഞ വെച്ച അമ്മയും മക്കളൊക്കെ പോയി. അച്ഛനില്ലാതെ കല്യാണം കഴിച്ചു കൊടുത്ത മകളാണ് മക്കളെല്ലാവരും. അച്ഛൻ മരിക്കുമ്പോ 41 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ കല്യാണം. അങ്ങനെ ഒരു സന്തോഷമായിട്ട് അവരെന്നെ വളർത്തി ഇത്രയുമേലാക്കി. അതുകൊണ്ട് അവരുള്ള ഒരു മകനെ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് കയറാൻ വന്നതിൽ വളരെ സന്തോഷം. ഇവിടെ ഞങ്ങൾക്ക് എത്താനും കഴിഞ്ഞതിന്. എൻ്റെ മകൻ വീണിട്ട് കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇത് കമ്പി ഇട്ടിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. മകളും മരുമകളും അവനും പാട്ട്, നാടൻ പാട്ടൊക്കെ പാടി വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലിപ്പോൾ ഒരു പാട്ടിനൊക്കെ പോണ ഒരു വ്യക്തികളാണ്. അത് കാരണം കൊണ്ട് അതൊരു സന്തോഷം. അങ്ങനെയൊക്കെ ആയി ഇപ്പം ഇങ്ങനെ പോകണു. ഇപ്പം ഞങ്ങളൊരു കുടുംബം മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് സന്തോഷമായിട്ട് ഇരിക്കുന്നു. ആർക്കും ബുദ്ധിമുട്ടും വിഷമങ്ങളൊന്നും ഇല്ല. അതേപോലെ അവ നന്നായി പോണം, നല്ലൊരു അനുഗ്രഹങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാവരും അനുഗ്രഹത്തിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും സ്നേഹം അനുഗ്രഹമൊക്കെ അവനുണ്ട്. അവൻ്റെ ഒരു ചക്രയല്ലേ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിനെ മൊത്തം കണ്ടതിൽ കുറെ സന്തോഷം. സാറേ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഗംഭീര നാടൻ പാട്ട് കലാകാരിയാണ് അളിയന്റെ വൈഫ്. പാലക്കാട് ജില്ലയിലാണ്. എന്നാ പിന്നെ അതൊന്ന് കേട്ടിട്ട് തന്നെ ബാക്കി കാര്യം പോരട്ടെ. പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാണ് കാത്തിരുന്നേ നാളാന കന്നി പൊണ്ണ് നാനും வாடாத ரோசா கண்ணு நாளான கன்னி பொண்ணு நானும் வாடாத ரோசா கண்ணு பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருந்தே காத்திருந்தே நாளான கன்னி பொண்ணு நானும் வாடாத ரோசா கண்ணு ஆளான கன்னி பொண்ணு நானும் வாடாத ரோசா கண்ணு ஆசை
വീതിയടി ആസരദ വാസലടി ആടപ്പോര വീതിയടി பட்டத்து யானையோட நானும் பந்தயமாட வந்தேன் பட்டத்து யானையோட நானும் பந்தயமாட வந்தேன் பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருந்தேன் பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருந்தேன் മാമന്റെ ഭർത്താവ് പൊളിച്ചു. മാമന്റെ ഭർത്താവ് കിടുക്കാച്ചി. കാര്യം ഡാൻസ് പെർഫോം ചെയ്തുകൊണ്ട് പാടുന്നു, ഒരു കുഴപ്പമില്ലാണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്, റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു. മ്യൂസിക് ഒന്നും ഫാമിലി മൊത്തം ഇളകി എല്ലാരും. ഓക്കെ നൈസ്. അപ്പൊ എന്തായാലും നമുക്കിനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശ്രീനി സാർ, ഇത് ഉഗ്രനായിരുന്നു. അത് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. എല്ലാവരും ഹാപ്പി ഫാമിലി, അത് കൊള്ളാം. ഹാപ്പി ആവണം ജീവിതത്തില്. നമുക്ക് എന്ത് കഷ്ടങ്ങളുണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആവണം. ഇങ്ങനെ ഒരു പാട്ട് പാടിയാൽ മതിയല്ലോ. അതോ ശ്രീയുടെ അച്ഛനാണ്. അയ്യോ ഭയങ്കര പാട്ട്, രക്ഷയില്ല. ശരി, നന്നായി പാടി. ശരി, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുറച്ച് ശ്രുതി നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ശ്രുതി ചിലപ്പോൾ ഷാർപ്പും ചെറുതായിട്ട് ഫ്ലാറ്റുകളിലൊക്കെ അവിടെ അവിടെ ആവുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഞാനത് സാധാരണ പറയാറില്ല, പക്ഷെ പറയിച്ചു. അതന്നെ, കുറച്ചൊക്കെ ക്ഷമിക്കും ഞാൻ. കുറച്ച് അത് മാത്രം നോക്കിയാൽ മതി ശ്രീഹരി. അത് നോക്കിയാൽ ഇയാള് അടിപൊളി വേറെ ലെവലിൽ സിംഗറാവും. ഇയാൾക്ക് ബാക്കി എല്ലാം ഉണ്ട്, സംഗതികളൊക്കെ വരുന്നുണ്ട്. പാട്ടിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വളരെ നല്ലതാണ്, നല്ല ശബ്ദമുണ്ട്, അടിപൊളിയാണ്. നിങ്ങളുടെ ഫാമിലി അടിപൊളി, വേറെന്ത് വേണം? അമേസിങ്, ഗ്രേറ്റ്. ശരത് സാർ, മക്കളെ, നമ്മള് ഫാമിലിയെ പറ്റി പറഞ്ഞു, മാമന്റെ ഹസ്ബൻഡിനെ കണ്ടു, അതൊക്കെ സന്തോഷം, എല്ലാം നല്ലതാ. പക്ഷെ മകളെ, നീ ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധ. ഞാൻ അതേ എഴുതി വെച്ചിട്ടുള്ളൂ. തുടക്കം തന്നെ ഷാർപ്പായിരുന്നു മോൻ, പിന്നെ ചരണമൊക്കെ ആയപ്പോഴത്തേക്ക് ഭീകര ലെവലിലായി. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്താണ് കുഞ്ഞിന് പറ്റിയത്? അത് ഒരു കൃത്യമായിട്ട് കാര്യം, നോട്ട്സ് വരെ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് മക്കൾ പാടിയിട്ടുള്ളത്. അത് എനിക്ക് ഒരേ ഒരു ഡൗട്ടുണ്ട്, അത് മാത്രം നീ ഒന്ന് പാടിത്തരാമോ? ആ സ്വയംവര അതൊന്ന് പാടാമോ? സ്വയംവര വധുവല്ലേ മോനെ, അത് ഇപ്പൊ അതിനൊരു ക്ലാരിറ്റി കുറച്ചെങ്കിലും ഉണ്ട്. നീ പാടുമ്പോൾ അത് എന്താണ്, നീ കേൾക്കുന്നത് ആ കേൾക്കുന്നത് ഒന്നും ഒരു അന്തം വിട്ട ലെവലിലായിരുന്നു. അതുപോലെ പാടി നിർത്തുന്നത് പെരിയുണ്ട്. ആയില്യം കാവിലേ വെണ്ണിലാവേ. മോനെ, അത് വെണ്ണിലാവേ, ആ നോട്ടൊന്ന് ഹിറ്റ് ചെയ്ത്. ആയില്യം കാവിലേ വെണ്ണിലാവേ. മോനെ, വെണ്ണിലാവേ വെണ്ണിലാവേ. അത് കറക്റ്റ്. അത് കൃത്യമായി അന്ന് ആ നോട്ട്സിനൊരു ക്ലാരിറ്റി വരട്ടെ മോനെ. അതൊക്കെ കൃത്യമാക്കിക്കൊള്ളുക, അത് നമ്മൾക്ക് ഒരു ഡൗട്ട് വരരുത് കേട്ടോ. അത്രേ ഉള്ളൂ. പക്ഷെ നിന്റെ കുടുംബം കിടുക്കാച്ചിടാ. നീ ശ്രുതി കുറച്ചൊക്കെ പോയെങ്കിലും ഫാമിലിയിൽ ഒരു ശ്രുതിയുണ്ട്, അത് അസാധ്യടാ. അത് അങ്ങനെ തന്നെ സന്തോഷത്തോടെ നിങ്ങൾ എല്ലാരും ഇരിക്കാം. മക്കളെ ശ്രുതി മാത്രം കുറച്ച് ശ്രദ്ധിക്കാം കേട്ടോ. ശ്രീഹരി, എന്തോ ഒരു അടിപൊളി ഫാമിലി കേട്ടോ. നല്ല അടിപൊളി എന്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു. ആദ്യം നമുക്ക് പിടികിട്ടിയില്ല എന്താണ് പരിപാടി എന്നുള്ളത്. പിന്നെയാണ് ഓക്കെ പെണ്ണ് കാണലാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായത്. ആ ആക്ടൊക്കെ നല്ല രസമായിരുന്നു. ആദ്യമായിട്ടാണ് ഈ മച്ചാത്തി സ്റ്റേജിൽ കയറുന്നതൊന്നും പറയില്ല കേട്ടോ, പാർവതിയുടെ സൈഡിലിരിക്കുന്നത്. എന്തു ഡാൻസ് ആണെന്നറിയോ? എന്തായിരുന്നു? ശ്രീഹരിയുടെ സ്വന്തം അമ്മ. ഒരു രക്ഷയില്ലായിരുന്നു. ആ, ഭയങ്കര ആക്റ്റീവ്. അതായത് സ്റ്റേജില് നിങ്ങൾ എല്ലാവരും ആക്ച്വലി സ്റ്റേജ് ഫുൾ യൂസ് ചെയ്തു കേട്ടോ. അത് ഗംഭീരായിരുന്നു, ഒന്നും പറയാനില്ല. ഇനി ശ്രീഹരിയുടെ സിംഗിങ്ങിലേക്ക് വരികയാണെങ്കിൽ കുടുംബം ശ്രീഹരിയെ പിടിച്ചു നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് അങ്ങോട്ടേക്കായിരുന്നു. ശ്രീഹരി പാടിയത് ഒരു ഭാഗവും എനിക്ക് ശ്രുതിയിൽ വീണില്ല. കുറേ ഇതായിരുന്നു, ഷാർപ്പ് ആവുന്നു, ഫ്ലാറ്റ് ആവുന്നു, ഇങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവസാനത്തെ പ്ലാൻ കൂടി ആയപ്പോഴേക്കും നമ്മൾ അവസാനം സ്റ്റാമ്പും കൂടി ഒട്ടിച്ചു, ഈ അവസാനത്തെ വെണ്ണിലാവെ. അപ്പൊ ശ്രുതി ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം, വില്ലൻ. അപ്പൊ അത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് വരിക കേട്ടോ. സാധാരണ രീതിയിൽ ശ്രീഹരി ഇങ്ങനല്ല പാടാറ്. എന്തെങ്കിലും തൊണ്ടയടപ്പോ അങ്ങനെ മൂക്കടപ്പോ വയറ്റില് വല്ല അസുഖമോ വരെയോ എന്തെങ്കിലും ഉണ്ടോടാ?
ഓക്കെ, അപ്പൊ ശ്രുതിയാണ് ഇന്നത്തെ പ്രശ്നം. ആ അത് നോക്കുക ഓക്കെ കേട്ടോ. ഓക്കെ. ബാക്കി ഫുൾ കുടുംബം ഹാറ്റ്സ് ഓഫ്, അടിപൊളി. അതുപോലെ അയ്യോ അടിപൊളി കേട്ടോ. താങ്ക് യു. അതുപോലെ ചക്കരെ, നിങ്ങളുടെ മുടി അത് ഇതാണോ യഥാർത്ഥ സ്റ്റൈൽ, അതോ ഇതിനു വേണ്ടി ഇങ്ങനെ ആക്കിയതാണോ? അല്ല 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 ഇങ്ങനല്ല സ്റ്റൈല്, അല്ല സാധാ ഇതാ സാധാ സ്റ്റൈലാണ് ഇതിപ്പോ. ഞാൻ കേറിയപ്പോ എന്നോട് പറയണേ ഞാൻ ഇങ്ങനെ ഇതില് ലുക്കാന്ന്. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്. ഇത് നന്നായിട്ടുണ്ട്. ഇത് നന്നായിട്ടുണ്ട്. വന്നപ്പോ തന്നെ ക്യാരക്ടറേ മാറിപ്പോയി. ആ ചെയ്ത് വന്നതായിരുന്നില്ല. ആണല്ലേ? ഓ, ഇത് അവിടുന്ന് കാണിച്ചൊക്കെ ശ്രീഹരിയുടെ തലക്കടിച്ചിട്ട് പുറകോട്ട് വീട് അങ്ങനെ തന്നെ പോസാവുന്നതും അതെ അതെ. എല്ലാം ഭയങ്കര രസമായിരുന്നു. അല്ല, ഇദ്ദേഹം അമ്മയുടെ കാലിൽ വീണിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ഞാൻ നീന്തുകയാണ്. എന്തോ ചോദിക്കണ്ടേ ശ്രീഹരിയുടെ അച്ഛനെ? ചോദിക്കേ. അല്ല, ഞാൻ പാർവതിയോട് പറയായിരുന്നു, 2 സാർമാരും കൂട്ടി ഒരു 4 ഒരിഞ്ഞത്തെ പോലെ ഒരു അസുലഭ മുഹൂർത്തം ഇനി ഉണ്ടായിന്ന് വരില്ല. അപ്പൊ 2 പേര് പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നു, 2 പേരെ കൊണ്ട് 4 ഇരുന്ന് പാടിപ്പിക്കാൻ പറയായിരുന്നു. അല്ല, ഞങ്ങളുടെ 3 പേരും കൂടെ പാടിത്തരാം. അന്ന് 3 പേരും. കാരണം ഒരു മിനിറ്റ് അതല്ല, ഇനി ചിലപ്പോ ഇതേപോലെ ഇവിടെ കയറി നിൽക്കാൻ പറ്റിന്ന് വരില്ല. കഴിഞ്ഞില്ല ഒരു നമ്മുടെ ഫാമിലി റൗണ്ട്. അപ്പൊ ഒരു ആഗ്രഹം. അങ്ങനെ ശ്രീഹരിയുടെ ഫാമിലിയുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോവാണ്. റെഡി ശരത് സാർ, യെസ്, സിനി സാർ, We are ഷാനിക്ക? ready. ഓക്കെ. അത് അവര് കുടുംബമായിട്ട് വന്നപ്പോ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ട് അവർക്ക് വേണ്ടി പാടുക. ഓ നൈസ്. ഓക്കെ, താങ്ക് യു. ഇവര് തമ്മിലുള്ള ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് നമ്മൾ കണ്ടു. ഓക്കെ അതുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ്, ഓക്കെ എവർഗ്രീൻ ഫ്രണ്ട്ഷിപ്പ് സോങ്. ഓക്കെ. दोस्ती हम नहीं छोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे. ये दोस्ती हम नहीं छोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे, तेरा साथ ना छोड़ेंगे, तेरा साथ ना छोड़ेंगे. സൂപ്പർ, താങ്ക് യു സോ മച്ച്. Yeah, it's all in the സന്തോഷായോ? game, It's all in the game. ഓ ഭയങ്കര സന്തോഷമായത്. എന്നാ പിന്നെ മാർക്ക് ചോദിക്കാം. ഓ ഓക്കെ, ഇത്രയും സന്തോഷത്തിന്റെ ഇടയ്ക്ക് സന്തോഷായി. മക്കളെ 7.5 മാർക്ക്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഷാനിക്ക? 7.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. സോ ടോട്ടൽ 15 മാർക്സ്. ഓക്കെ, അടിപൊളി. ഇനി 2 റൗണ്ട്സ് ഉണ്ട്, അതും അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.